ഷാഫി പറമ്പിലിനെ ഒരു പോലീസുകാരൻ പോത്തിന് അറിയില്ലാന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കാണ്. നമ്മളെ പോത്തന്നെ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി. അവിടെ നിൽക്കണം നോക്കി. ഷാഫി പറമ്പിൽ ഡിവൈഎസ്പിന്റെ അടുത്ത് തന്നെ നിൽക്കുക. എന്നിട്ട് ആ ഡിവൈഎസ്പിക്ക് MP അറിയില്ലാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു സമര മുഖത്ത് വരുമ്പോ അതിന്റെ നേതാക്കന്മാര് എന്തിനാ നമ്മളൊക്കെ മുന്നിൽ നിർത്തുന്നത്? എന്താ അറിയുമ്പോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സോൾവ് ചെയ്യാൻ വേണ്ടി. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞത് വേറൊരുത്തരം കൊണ്ട് ഷാഫി പറയാണ് മൂർത്താക്കാണ് അടിവരേണ്ടത്, അത് മാറിയോണ്ട് കഴിച്ചില്ലായി. അറിയങ്ങള് ഇവർക്ക് എന്താ വെച്ചാല് ഒന്ന് നമ്മൾ രാഹുൽ മാങ്ങോട്ടും, ഒന്ന് ഷാഫി, ഒന്ന് ഫിറോസ്, ഇവരെ കൊണ്ട് തകർക്കുക. എന്നിട്ട് ആ യുവജന നേരെ ഇല്ലാതെയാക്കുക. ഇവർക്ക് ഇങ്ങക്ക് അങ്ങനെ ഗ്ലാമറിൽ ആൾക്കാരെ കിട്ടാതെ ഞങ്ങളത് കാട്ടാനാണ് കണ്ടിലാണ് സുർമട്ടണികൾ. അല്ല എന്താ ചെയ്യാ? നിങ്ങൾ പറയാം, നിങ്ങളത് ആലോചിച്ചു. ഇവരിങ്ങനെ ഓരോരുത്തരാളെ പേരിന്റെ കേസ്. ഞാൻ ഇന്നലെ രാഹുലിനെ കണ്ടില്ല, കൂടെ കണ്ടു. നല്ല ചൊറുക്കായി, നല്ല ഉഷാറായി. എന്താ ഉഷാറായി ചോദിച്ചു. അതിന് ബഷീർക്ക് അവർ പരാതിയില്ലല്ലോ. അതെല്ലാം എന്റെ ധൈര്യം എന്താണ്? ഇങ്ങനെ വെറുതെ ഇങ്ങനെ കേസ് ഉണ്ടാക്കുക. എല്ലാവർക്കും ഉണ്ടാവില്ല, കുട്ടികളും മക്കളൊക്കെ കുടുംബവും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ഇവരെങ്ങനെ പറഞ്ഞെടുക്കാം. നിങ്ങളൊക്കെ നിങ്ങളെ പാർട്ടി ഓഫീസിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്തതൊക്കെ എന്നിട്ട് ബാക്കിയുള്ള ഇങ്ങനെ ഇതാക്കുക. നിങ്ങള് അല്ലെ, നിങ്ങളെ അങ്ങനെ എല്ലാരും കൂടി തേമാൻ നടക്കണ്ട. നമ്മളെ നാടൻ ഭാഷയിൽ പറഞ്ഞ തേമാൻ നടൻ അല്ലെങ്കിൽ മോശക്കാരാക്കാൻ നടക്കണ്ട. ഇങ്ങള് ചില കാര്യങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു നിലപാടൊക്കെ വേണം. ഇതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് പറഞ്ഞ ഓരോരുത്തരാളെ ഭാവി നശിപ്പിക്കുക, അവരെ കുടുംബജീവിതം നശിപ്പിക്കുക, വീട്ടിലുള്ള ആൾക്കാരെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? നിങ്ങളങ്ങനെ പറയലുണ്ടല്ലോ അസംബ്ലിയില്. ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ കിട്ടിയാൽ നിങ്ങൾ പണ്ട് ആരൊക്കെ പറഞ്ഞേ? നിങ്ങളുടെ പണ്ട് K. കരുണാകരൻ സാറിന് എന്തൊക്കെ പറഞ്ഞിന്, മുരളീൻ എന്തൊക്കെ പറഞ്ഞിന്, പത്മജൻ എന്തൊക്കെ പറഞ്ഞിന്. അത് അധികാരത്തിൽ ഇപ്പൊ നിങ്ങൾക്കൊക്കെ ഇപ്പൊ മക്കളെ കുട്ടികളും മരക്കളും അഞ്ചന്മാരും ഏട്ടന്മാരും ഒക്കെ ഇതിന് മാന്തല്ലേ? ഇതേ ഇപ്പൊ നിങ്ങൾക്ക് ആർക്ക് ഉണ്ടാട്ടിട്ടോ? നിങ്ങളത് ആലോചിച്ച് നോക്കി. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ കാര്യങ്ങൾ അറിയണം. ഈ കമ്മ്യൂണിസ്റ്റുകാരനോട് പണ്ട് E.T. മുഹമ്മദ് ബഷീർ സാഹിബ് ഫസ്റ്റ് കന്നി MLA ആയിട്ട് വന്നപ്പോ സിദ്ദീഖ് സാഹിബ് E.T. ബഷീർ സാഹിബ് നമ്മളെ വാപ്പാന്റെ പുസ്തകത്തിൽ ഒരു വാപ്പാനെ പറ്റി എഴുതിയിട്ടുണ്ട്. മൂപ്പര് അസംബ്ലിയിൽ നിൽക്കുമ്പോൾ കന്നി MLA ആയപ്പോ സാധാരണ ഇപ്പൊ സിദ്ദീഖ് ആയാലും ഞാനൊക്കെ ആയാലും ഫസ്റ്റ് MLA ആകുമ്പോൾ ഈ അസംബ്ലിയിൽ മൈതാന പ്രസംഗം രണ്ടു ഉള്ളിൽ നേർക്കുന്നേരെയാണല്ലോ. അപ്പൊ ഇത് പ്രിപ്പറേഷൻ ചെയ്തിട്ട് നമ്മൾ പോകുള്ളൂ. അങ്ങനെ E.T. ബഷീർ സാഹിബ് ഇങ്ങനെ ലൈബ്രറി ഇരിക്കുമ്പോൾ വാപ്പ വെച്ചു, എന്തേ വെച്ചു, അല്ല നാളെ അസംബ്ലി പ്രസംഗം ഉണ്ട്. അപ്പൊ വാപ്പ പറഞ്ഞു, അനക്കട്ട കാറ്റ് വെച്ചു. കമ്മ്യൂണിസ്റ്റുകാരോട് ഭേദം ഓതിയിട്ട് കാര്യമില്ല, ഓന്റെ മർമ്മത്ത് കൊടുത്താലും ഓൻ പഠിച്ചോളൂ കേട്ടോ, അല്ലാതെ ഓനോട് തത്വം പറയണ്ട കേട്ടോ. അതാണ് എന്നത്. സിദ്ദീഖൊക്കെ ചിലപ്പോൾ ഇങ്ങനെ വടിവത്ത ഭാഷയിലൊക്കെ പറയും. എനിക്കാണെങ്കിൽ അതൊന്നും പറഞ്ഞാണ്ട് വരൂല്ല. അപ്പൊ അങ്ങനെ ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഇതിൽ ചിലതെന്താ ചിലതൊക്കെ കൊടുക്കേ പറ്റും.